കുഴപ്പമില്ല, പയ്യെ നടക്കാറാവണം. നടന്ന് ശീലിക്കണമല്ലേ? അതെ അതെ, നടന്ന് ശീലിക്കണം. പയ്യെ മതി, പയ്യെ മതി. ഇപ്പൊ നിൽക്കല്ലേ? നമസ്കാരം. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ച സന്ധ്യയോട് മമ്മൂട്ടിയുടെ സ്നേഹാന്വേഷണം ഇപ്പോൾ എങ്ങനെയുണ്ട്? നീറുന്ന മുറിവുകൾ സമ്മാനിച്ച മണ്ണിടിച്ചിലിൻ്റെ വേദനയെ അല്പനേരത്തേക്കെങ്കിലും മറന്ന് കൃത്രിമക്കാലിൽ എഴുന്നേറ്റ് നിന്ന് സന്ധ്യ പറഞ്ഞു നടന്നു തുടങ്ങി. പിന്നെ മമ്മൂട്ടി സന്ധ്യയുടെ കൈ പിടിച്ചു. ആ മനസ്സിലെ നീറ്റൽ തിരിച്ചറിഞ്ഞ് മമ്മൂട്ടി പറഞ്ഞു, ഇനി വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യമല്ലേ, അതും നടക്കും, ഉറപ്പ്. സന്ധ്യയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ തെളിച്ചം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ് കാൽ നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സ ഏർപ്പാടാക്കിയതും കൃത്രിമക്കാൽ വെക്കുന്നതിന് വേണ്ട സഹായം ചെയ്തതും നടൻ മമ്മൂട്ടിയായിരുന്നു. ചികിത്സയ്ക്കും കൃത്രിമക്കാലിനുമായി 20 ലക്ഷം രൂപയോളമാണ് വേണ്ടി വന്നത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയറും രാജഗിരി ആശുപത്രിയും ചേർന്ന് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് സന്ധ്യയ്ക്ക് ചികിത്സയും കൃത്രിമക്കാലും നൽകിയത്. കൃത്രിമക്കാല് വെച്ചതിന് ശേഷം ആദ്യമായി ഡോക്ടറെ കാണാൻ രാജഗിരിയിൽ എത്തിയതായിരുന്നു സന്ധ്യ. മമ്മൂട്ടിയെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന സന്ധ്യയുടെ ആഗ്രഹം രാജഗിരി ആശുപത്രി അധികൃതരാണ് കെയർ ആൻഡ് ഷെയർ ഭാരവാഹികളെ അറിയിച്ചത്. ഷൂട്ടിംഗ് ആവശ്യത്തിന് കൊച്ചിയിലായിരുന്ന മമ്മൂട്ടി തിരക്കുകൾ മാറ്റിവെച്ച് സന്ധ്യയെ കാണാനെത്തി. ചികിത്സയുടെ വിവരങ്ങളും ആരോഗ്യസ്ഥിതിയും എല്ലാം വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയ മമ്മൂട്ടി സാരിയും ചെടിയും സമ്മാനിച്ചാണ് സന്ധ്യയെ യാത്രയാക്കിയത്. മണ്ണിടിച്ചിലിൽ സർവ്വവും നഷ്ടമായ സന്ധ്യയ്ക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടികൾ ഉടനെടുക്കുമെന്നും ഉറപ്പ് നൽകി. രാജഗിരി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം, ഹെൽത്ത് കെയർ വൈസ് പ്രസിഡന്റ് ജോസ് പോൾ, കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മാരോട്ടിപ്പുഴ, ഡയറക്ടർമാരായ ജോർജ് സെബാസ്റ്റ്യൻ, റോബർട്ട് കുര്യാക്കോസ്, സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ വീഡിയോ കോളിൽ സന്ധ്യയുമായി മമ്മൂട്ടി സംസാരിച്ചിരുന്നു. തുടർന്നാണ് കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി കൃത്രിമകാല് വെക്കുന്നതിന് വേണ്ട സഹായം നൽകാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരനും മമ്മൂട്ടി നിർദ്ദേശം നൽകിയത്. ജനുവരി 31-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സന്ധ്യയ്ക്ക് കൃത്രിമക്കാൽ വെച്ചു. രാജഗിരി ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജിജി രാജ് കുളങ്ങര, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗെലി ഇറ്റെ, ഡോക്ടർ പ്രവീൺ എജെ, ഫിസിയോതെറാപ്പി വിഭാഗത്തിലെ ഡോക്ടർ വിജയൻ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരുടെ വിദഗ്ധ ചികിത്സയിലാണ് സന്ധ്യ വീണ്ടും ചുവടുകൾ വെച്ച് തുടങ്ങിയത്. മണ്ണിടിച്ചിലിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജുവിന് ജീവൻ നഷ്ടമായിരുന്നു. തകർന്ന വീട്ടിൽ മണിക്കൂറോളം സന്ധ്യ കുടുങ്ങിക്കിടന്നു. രാജഗിരി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇടതുകാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി തടസ്സപ്പെടുകയും അസ്ഥികൾ പലയിടങ്ങളിലായി ഒടിഞ്ഞും മസിലുകളും കോശങ്ങളും ചതഞ്ഞരഞ്ഞ നിലയിലുമായിരുന്നു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞെങ്കിലും ചതഞ്ഞരഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുവിച്ച വിഷാംശം വർദ്ധിച്ച് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലാണ് സന്ധ്യയുടെ ഇടത്തേക്കാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടതായി വന്നത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മകൻ മരിച്ചതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രമാണ് സന്ധ്യയ്ക്ക് ഇനിയുള്ള തുണ. കൃത്രിമക്കാലിലൂടെ പരമാവധി വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ മടങ്ങിയത്. സന്ധ്യയുടെ അതിജീവനത്തിന് കരുത്തേകാൻ നൽകിയിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഹൈഡ്രോളിക് ആംഗിൾ ഫുട്ടാണ്. അംഗപരിമിതർക്ക് കൂടുതൽ സ്വാഭാവികമായ നടത്തം സാധ്യമാക്കുന്ന കാർബൺ ഫൈബർ നിർമ്മിത പാദം സ്വാഭാവിക ചലനവും സാധ്യമാക്കുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനം നടക്കുമ്പോൾ മുട്ടിൻ്റെ ചലനം സുഗമമാക്കുന്നതിനൊപ്പം നിരപ്പല്ലാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ശരീരത്തിൻ്റെ ബാലൻസ് കൃത്യമായി നിലനിർത്താനും സഹായിക്കുന്നു. കൃത്രിമക്കാലിന് മാത്രമായി 7 ലക്ഷത്തോളം രൂപയാണ് ചിലവായത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിങ്ങിനുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടെ വന്ന് മമ്മൂക്കനെ കണ്ടു. വീടിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യവും എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. പയ്യെ നടക്കാം, 2-3 സ്റ്റെപ്പൊക്കെ വെക്കാം, കയ്യെ പിടിച്ചാൽ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. ഇത് ട്രീറ്റ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്തത് നമുക്ക് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനാണ്. മമ്മൂക്കയുടെ ഹെൽപ്പും സഹായവും എല്ലാവിധവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാല് ലിംബ് ഫിറ്റ് ചെയ്യുന്നതിനാണേലും അദ്ദേഹത്തിൻ്റെ സഹായം ഹെൽപ്പും നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വീടിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യവും പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതുവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായിട്ടുള്ള ജിജി രാജ്, നമ്മുടെ ഗിരി സാറ്, പ്രവീൺ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വിജയൻ സാറ്, അതുപോലെ തുടങ്ങിയ ഡോക്ടേഴ്സ്, നേഴ്സുമാർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടിരിക്കുന്നത്.